ശക്തമായ മഴയിൽ കൂറ്റൻ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണു. പാതിരിയാട് ഊർപ്പള്ളി വേങ്ങാട് റോഡിലെ കോയിലോടാണ് സ്വകാര്യ വ്യക്തിയുടെ കൂറ്റൻ ചെങ്കൽ മതിൽ റോഡിലേക്ക് ഇടിഞ്ഞു വീണത്. വ്യാഴാഴ്ച രാവിലെ 6 മണിയോടെയാണ് സംഭവം. രാവിലെ നിരവധി പേർ ജോലിക്ക് പോകുന്നതും പ്രഭാത നടത്തത്തിനായി ഇറങ്ങുന്നതുമായ റോഡിലാണ് മതിൽ ഇടിഞ്ഞു വീണത്. പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെയാണ് മതിൽ നിർമ്മിച്ചതെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്തില് കോയിലോട് പ്രദേശത്ത് ഇന്ന് രാവിലെ 6 മണി ആ സമയത്തോടു കൂടി ഈ പ്രദേശത്തുള്ള കൂറ്റൻ മതിൽ ഇടിഞ്ഞു വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ വിവരം അറിഞ്ഞ് നാട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട്. മറ്റ് ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് രക്ഷയാണ്. നമ്മളെ ബസ് റൂട്ട് പോകുന്ന റോഡും കൂടിയാണ്. നിരവധി ആളുകൾ രാവിലെ നടക്കാനിറങ്ങുന്നതും ജോലി സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്താൽ മറ്റ് അപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഇത് കെട്ടിയത് ഇതിൻ്റെ ഒരു ഉടമ എന്ന് പറയുന്നത് മുഹമ്മദ് എന്ന ആളാണ്. അയാൾ ഇവിടെ നാട്ടിലില്ല. അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് വേറൊരാളാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ഇത് അന്വേഷിക്കുമ്പോൾ അതൊരു പെർമിഷൻ ഇല്ലാണ്ട് കെട്ടിയ ഒരവസ്ഥയിലാണുള്ളത്. അടിയന്തരമായിട്ട് അത് നീക്കം ചെയ്യാനും ഈ റോഡ് സുഗമമായ രീതിയിലേക്ക് ആക്കാനുള്ള ഒരു പ്രവർത്തനം ഉടമേനെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. മതിലിന്റെ മറ്റു ഭാഗങ്ങൾ സമീപത്തെ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുകയാണെന്നും സമീപവാസികൾ പറഞ്ഞു. രാവിലെ 6 മണിക്കായിരുന്നു ഞാൻ കാണുന്നത്. അപ്പോൾ വെള്ളം വീടിന്റെ അകത്ത് അടുക്കള ഭാഗത്തായിരുന്നു ഫുള്ള് കയറിയത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇയാളോട് ഇതിന് മുന്നേ ഞാൻ പറഞ്ഞായിരുന്നു മതിൽ ഒരു 3 മാസം മുമ്പേ തന്നെ മതിൽ കെട്ടണം, അല്ലെങ്കിൽ മഴ വന്നു കഴിഞ്ഞാൽ മൊത്തം വീട്ടിൻ്റെ പോവാന്ന്. അങ്ങനെ തൽക്കാലത്തേക്ക് അവരോട് കല്ലെടുത്ത് വെച്ചിട്ടുള്ളത്, കല്ല് മറിഞ്ഞിട്ട് കാണുന്നുണ്ട്. പിന്നെ വീഡിയോ എടുത്തിട്ടുണ്ട്, ഫുള്ള് വെള്ളം കയറിയത് തന്നെ. അതിനുശേഷം ഇവിടെ കാണുന്നത് ഇവിടെയും മതിൽ ഫുള്ള് പൊളിഞ്ഞു. ഇവരെ 2 വീട് അങ്ങേ ഭാഗമുണ്ട്. അത് 2 വീടും അപകടാവസ്ഥയിലാണുള്ളത്. അതിലേക്ക് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. മുറ്റം നിറച്ചും വെള്ളാന്നുള്ളത്, ചളിയും വെള്ളവും എല്ലാം ആയിട്ടുള്ളത്. തൊട്ടപ്പുറത്തിൽ 2 വീടുകളുണ്ട്. രൂപേഷിന്റെയും മനീഷിന്റെയും വീട്. ആ 2 വീട് പാവപ്പെട്ട 2 കുടുംബക്കാരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ഇന്നത്തെ ചെറിയൊരു മഴക്കാണ് ഈ ഒരു മഴക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് വലിയ തോതിൽ മണ്ണൊക്കെ വെള്ളവും കുത്തി ഒഴുകി വീട്ടിൻ്റെ അപകടാവസ്ഥ സംഭവിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു മഴയുണ്ടായാൽ വലിയ ഒരു ദുരന്തം അവിടെ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സുരക്ഷാ നടപടികൾ ആ 2 വീട്ടുകാർക്കും നിർബന്ധമായും അവിടെ സ്വീകരിക്കണമെന്നാണ് പറയാനുള്ളത്. അതൊക്കെ തന്നെ വില്ലേജ് ഓഫീസറുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും ഒക്കെ തന്നെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനെതിരെ നിയമപരമായി നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ PWD ആയിട്ട് ബന്ധപ്പെട്ട് പൊതുമരാമത്തിന്റെ ആള് എന്ന നിലക്ക് ഈ ബിൽഡിംഗ് ഒരു കാരണവശാലും വലിയ ഈ രീതിയിൽ ഈ അപായപ്പെടുത്തുന്ന രീതിയിൽ ഇനി പാളുണ്ടെങ്കിൽ എന്തൊക്കെ സ്ഥിതി. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കെട്ടിടം ഇനി പെർമിറ്റ് കൊടുക്കുന്നത് തന്നെ കൃത്യമായിട്ട് പഞ്ചായത്ത് അവലോകനം ചെയ്ത് നാട്ടുകാർക്കും മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ ചെയ്യുന്നെങ്കിൽ മാത്രം. നമ്മൾ ഒരാൾ അന്നം മുട്ടിക്കണമെന്നോ ഒരാൾ നശിപ്പിക്കണമെന്നോ നമുക്ക് താല്പര്യമില്ല. നാട്ടുകാർ എന്ന നിലക്ക് ഇത് വലിയ വൻ ദുരന്തം ഒന്നും സംഭവിക്കാത്ത രീതിയിൽ വന്നു. ഇനിയും ഇത് ആവർത്തിക്കാൻ പറ്റൂ. മതിലിടിഞ്ഞു വീഴുന്ന സമയത്ത് ഇതുവഴി യാത്രക്കാർ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.